ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ ആവേശത്തിലാണ് കായിക ലോകം. ഇന്ന് നടക്കാൻ പോകുന്ന ആ മഹാപോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും നേർക്കുനേർ വരുമ്പോൾ ഫുട്ബോൾ മൈതാനങ്ങൾക്കപ്പുറം ലോകത്തിന്റെ വിവിധ കോണുകളിൽ രാഷ്ട്രീയവും മാനവികതയും കലർന്ന വലിയൊരു ഫുട്ബോൾ ആവേശം അലയടിക്കുന്നുണ്ട്. അതിലൊന്നാണ് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ലിറ്റിൽ ഫലസ്തീൻ എന്നറിയപ്പെടുന്ന ബ്രൂക്ലിനിലെ ബേ റിഡ്ജ്. ഇവിടെയുള്ള വലിയൊരു വിഭാഗം അറബ് അമേരിക്കൻ വംശജർ നാളത്തെ ഫൈനലിൽ സ്പെയിനിനെയാണ് ഹൃദയം കൊണ്ട് പിന്തുണയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ സ്പെയിനിന് വേണ്ടി ആർത്ത് വിളിക്കുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. ഫലസ്തീൻ ജനതയോട് സ്പെയിൻ കാണിച്ച ഐക്യദാർഢ്യമാണ് ബ്രൂക്ലിനിലെ ബേ റിഡ്ജ് പ്രദേശത്തെ ജനങ്ങളെ സ്പെയിനിനെ പിന്തുണയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുകയും ഗസയിൽ നടക്കുന്ന യുദ്ധങ്ങൾക്കെതിരെയും അതിക്രമങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത രാജ്യമാണ് സ്പെയിൻ. ഫുട്ബോളിനെ വെറുമൊരു കളിയായി മാത്രമല്ല, തങ്ങളുടെ അതിജീവനത്തിന്റെ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്നവരോടുള്ള സ്നേഹപ്രകടനമായി കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത്. അതുമാത്രമല്ല, അത്ലറ്റിക് ബിൽബാവോ പോലെയുള്ള സ്പാനിഷ് ക്ലബ്ബുകളും ലമീൻ യമാൽ ഉൾപ്പെടെയുള്ള സ്പെയിനിലെ പ്രമുഖ താരങ്ങളും ഫലസ്തീൻ ജനതയ്ക്കായി പരസ്യമായി ശബ്ദമുയർത്തിയവരാണ്. ഈ ബേ റിഡ്ജിലെ തെരുവുകളിലൂടെ നടന്നാൽ ഫലസ്തീൻ പതാകകളും ഫലസ്തീൻ തനിമ വിളിച്ചോതുന്ന ചുവർ ചിത്രങ്ങളും കാണാം. സ്പെയിനിലെ ക്ലബ്ബുകളായ ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും ഇവിടെ വലിയ ആരാധകരുണ്ട്. അവിടുത്തെ അൽറിഫ് ബേക്കറി ഉടമ തലാൽ അബ്ദ്രാബോയും സാമൂഹിക പ്രവർത്തകനായ സൈൻ റിമാവിയുമെല്ലാം ഒരേ സ്വരത്തിലാണ് പറയുന്നത് തങ്ങളുടെ ഹൃദയം സ്പെയിനിനൊപ്പമാണെന്ന്. താൻ വലിയൊരു ഫുട്ബോൾ പ്രേമിയല്ല എന്ന് തുറന്നു പറയുന്ന 72-കാരനായ സൈൻ റിമാവി പക്ഷേ സ്പെയിൻ എന്ന പേര് കേൾക്കുമ്പോൾ ആവേശഭരിതനാകുന്നുണ്ട്. ഫുട്ബോളിനെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ചു കാണാൻ കഴിയില്ലെന്നാണ് അറബ് അമേരിക്കൻ ഫെഡറേഷന്റെ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന്റെ നിലപാട്. തങ്ങളുടെ അതിജീവന പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുന്ന സ്പെയിൻ പോലൊരു രാജ്യത്തെ പിന്തുണയ്ക്കുക എന്നത് ഒരു കടമയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തൊട്ടടുത്തുള്ള അൽറിഫ് ബേക്കറിലെ തലാൽ അബ്ദ്രാബയും ഇതേ വികാരമാണ് പങ്കുവയ്ക്കുന്നത്. ചരിത്രപരമായി അൻഡലൂഷ്യയുമായി അറബികൾക്കുള്ള ബന്ധവും സ്പെയിൻ നൽകുന്ന മാനുഷിക പരിഗണനയും അവരെ സ്പെയിനിന്റെ കടുത്ത ആരാധകരാക്കി മാറ്റുന്നു. അർജന്റീനയോട് വ്യക്തിപരമായ എതിർപ്പില്ലെന്നും സ്പെയിനിന് മുന്നിൽ ഏത് രാജ്യം വന്നാലും തങ്ങൾ സ്പെയിനിനൊപ്പം മാത്രമേ നിൽക്കൂ എന്നുമാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. അലക്സ ബേക്കറി ഉടമയായ മെഹമൂദ് കാസമിന്റെ പ്രതികരണം ഈ കായിക മാമാങ്കം എങ്ങനെ ഒരു ജനതയെ ഒന്നിപ്പിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ്. മത്സര ദിവസങ്ങളിൽ കടയ്ക്ക് പുറത്ത് വലിയ TV സ്ക്രീൻ സ്ഥാപിച്ച് കളി കാണാൻ വരുന്നവർക്കെല്ലാം സൗജന്യമായി ഫലാഫൽ വിതരണം ചെയ്ത ഫലസ്തീനിലെ അതേ കളിവിശേഷങ്ങളുടെ അന്തരീക്ഷം ന്യൂയോർക്കിന്റെ തെരുവുകളിൽ സൃഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഫലസ്തീനികളും ലബനൻകാരും അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറബ് വംശജർ ഒരുമിച്ച് ഒരേ വികാരത്തോടെ കെട്ടിപ്പിടിച്ചും ആർത്ത് വിളിച്ചും കളി കാണുന്നതിലൂടെ വലിയൊരു ഐക്യമാണ് രൂപപ്പെടുന്നത്. അറബ് ലോകത്തെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയാത്ത അതിരുകളില്ലാത്ത ഈ കൂട്ടായ്മ കളി മൈതാനങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടെന്ന് മെഹമൂദ് കാസം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഒപ്പം നിൽക്കുന്ന സ്പാനിഷ് സർക്കാരിന്റെ നിലപാടുകളെ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെയാണ് പ്രശംസിക്കുന്നത്. ഈ ലോകകപ്പിൽ റെക്കോർഡ് എണ്ണം അറബ് രാജ്യങ്ങളാണ് പങ്കെടുത്തത്. മൊറോക്കോ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി ചരിത്രം കുറിച്ചു. ഈ മത്സരങ്ങളിലെല്ലാം അറബ് ആരാധകർ ഒരുമിച്ച് ഫലസ്തീൻ പതാകകൾ ഉയർത്തി വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അത് കേവലം ഒരു കളി എന്നതിലുപരി ഒരൊറ്റ ജനത എന്ന വികാരമായിരുന്നു അവർക്ക് സമ്മാനിച്ചത്. ബേ റിഡ്ജിലെ അറബ് കഫേകളിലും റെസ്റ്റോറന്റുകളിലും വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ച് ആളുകൾ ഒത്തുകൂടി ഈ മത്സരങ്ങളെല്ലാം ഒരു ഉത്സവമാക്കി മാറ്റി. അതേസമയം എതിരാളികളായ അർജന്റീനയെ ചിലർ രാഷ്ട്രീയ കാരണങ്ങളാൽ മാറ്റി നിർത്തുന്നുമുണ്ട്. കാരണം അർജന്റീനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജാവിയർ മിലയുടെ ഇസ്രായേൽ അനുകൂല നിലപാടുകളും ഫുട്ബോൾ ഗാലറികളിൽ ചിലയിടങ്ങളിൽ ഉയർന്ന ഇസ്രായേൽ പതാകകളും അറബ് വംശജരിൽ ചിലർക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സിയുടെ കളി മികവിനെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയത്തിനപ്പുറം മെസ്സി ലോകകപ്പ് ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആരാധകരും ഈ തെരുവുകളിലുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ ഭൂരിഭാഗം അറബ് ജനതയും നാളെ സ്പെയിൻ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാനവികതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഒപ്പം നിൽക്കുന്നവർക്ക് കായിക ലോകം നൽകുന്ന പിന്തുണ കൂടിയായിരിക്കും ഇത്. കളിക്കളത്തിലെ ആവേശം ഒരു വശത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ ന്യൂയോർക്കിന്റെ ഹൃദയഭാഗത്തു നിന്നുള്ള ഈ ഫലസ്തീൻ ഐക്യദാർഢ്യം ഫുട്ബോൾ എന്ന വികാരത്തിന് പുതിയൊരു തലമാണ് നൽകുന്നത്.